സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു പുതിയ കവിതാ ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. നോക്കിയേ, ഒരു പാട്ട് പിന്നെയും. ആരാണ് ഇതിൻ്റെ ഓതർ എന്നറിയാം? ആരാണ് ഈ കവിത നിങ്ങൾക്കുള്ള കവിത എഴുതിയത്? സുഗതകുമാരിയാണ്. ആരാണ്? സുഗതകുമാരി. സുഗതകുമാരിയാണ്. സുഗതകുമാരി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണല്ലോ അല്ലേ? എങ്ങനെയാണ് പരിചയം? ഈ അടുത്തിടയ്ക്കാണ് സുഗതകുമാരി ടീച്ചർ വിടവാങ്ങിയത്, മരിച്ചുപോയത് അല്ലേ? സുഗതകുമാരി ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് നമ്മളെന്താണ് ഇന്നത്തെ ഒരു ദിവസം ഫുൾ നിന്ന് പറഞ്ഞാൽ പോലും ടീച്ചറിനെ പറ്റി പറഞ്ഞു തീരത്തില്ല. അത്രയ്ക്കും കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. നോക്കിയേ, ആ സുഗതകുമാരി ടീച്ചറിൻ്റെ കുടുംബം, ടീച്ചർ എന്ന് പറഞ്ഞാൽ അധ്യാപികയായിരുന്നു, കോളേജ് പ്രൊഫസറായിരുന്നു കേട്ടോ. എന്തായിരുന്നു ആ സുഗതകുമാരി ടീച്ചർ എങ്ങനെയാണ് നോക്കിയേ? ടീച്ചറുടെ അച്ഛൻ കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ബോധേശ്വരൻ്റെ മകളായാണ് 1930 സുഗതകുമാരി ജനിച്ചത്. 1930 സുഗതകുമാരി ടീച്ചർ ജനിച്ചത്. പിന്നെന്താ, സാമൂഹിക പ്രവർത്തക കൂടിയായിരുന്നു കേട്ടോ. സാമൂഹിക പ്രവർത്തക കൂടിയായിരുന്നു സുഗതകുമാരി. എന്താണ്, നമ്മളുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. പിന്നെന്താണ്, സാമൂഹിക പ്രവർത്തകയായിരുന്നു, ചെയർപേഴ്സൺ ആയിരുന്നു. നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള അംഗമായിരുന്നു സുഗതകുമാരി ടീച്ചർ. പിന്നെന്താണ്, മികച്ച പാരിസ്ഥിതിക പ്രവർത്തകയാണ്. പാരിസ്ഥിതിക പ്രവർത്തക എന്ന് വെച്ചാൽ എന്താണോ, നമ്മള് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പരിസ്ഥിതി നമ്മളുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പരിസ്ഥിതി എങ്ങനെയുള്ളതായിരിക്കണം ഒക്കെ ഉണ്ടല്ലോ. അതാണ് ആ ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പാരിസ്ഥിതിക പ്രവർത്തകയായിരുന്നു അദ്ദേഹം. ആരാണ്? നമ്മുടെ സുഗതകുമാരി ടീച്ചർ. പിന്നെന്താണ്ടല്ലോ, ഒരുപാട് അവാർഡുകൾ കിട്ടിയിരിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, ഒരുപാട് കോളേജുകളിൽ അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. കേരള സർവകലാശാല വനിതാ കമ്മീഷൻ്റെ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു. പ്രകൃതി സംരക്ഷണം മാത്രമല്ല, പിന്നെന്താണ്, അഗതികളായിട്ടുള്ള വനിതകൾക്ക് മാനസിക വൈകല്യമുള്ള അഗതികൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്, മറ്റൊരാൾ സഹായത്തിനില്ലാതെ അനാഥരായിട്ടുള്ള ആ അഗതികളായിട്ടുള്ള ആളുകൾക്കും പിന്നെന്താണ് ആ മാനസിക വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡേ കെയർ സെൻറ്റർ പ്രവർത്തിച്ചിരുന്നു. അഭയ എന്നാണ് ആ ഡേ കെയർ സെൻറ്ററിൻ്റെ പേര്. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. എന്നാണ് മരണമടഞ്ഞത് എന്ന് നിങ്ങൾക്ക് പറയാമോ? ഈ അടുത്ത ദിവസങ്ങളിലാണ്. അടുത്ത ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസംബർ 23 2020 ഡിസംബർ 23 സുഗതകുമാരി ടീച്ചർ അന്തരിച്ചത്. കോവിഡ് ആയിരുന്നു. കോവിഡ് ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് മരണം. കോവിഡ് മൂലമല്ല, കോവിഡ് പക്ഷെ വന്നിരുന്നു. ഇവിടെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള കൃതികളൊക്കെ ഉണ്ട്. അതെ, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം? എവിടെയാണെന്ന് ആറന്മുളയാണ് കേട്ടോ. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെന്താണ്, തിരുവനന്തപുരം ജവഹർ ബാലഭവനിലേക്ക് പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തളിരെന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. അതിൻ്റെ ആ ഒരു മാസികയുടെ ചീഫ് എഡിറ്ററാണ്. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം ഡോക്ടർ വേലായുധൻ നായരായിരുന്നു ആ ടീച്ചറിൻ്റെ ഭർത്താവ്. ഒരു മകളുണ്ട്, ലക്ഷ്മി. പിന്നെ സുഗതകുമാരി ടീച്ചറിൻ്റെ സഹോദരിയാണ് ഹൃദയകുമാരി എന്ന് പറഞ്ഞ അധ്യാപികയാണ്. ഹൃദയകുമാരി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സൈലന്റ് വാലിയെ പറ്റിയുള്ളൊരു കൃതിയുണ്ട്. ആ സൈലന്റ് വാലി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടിട്ടുള്ള
ഒരു കൃതിയാണ് സൈലന്റ് വാലി. അദ്ദേഹം ആ ടീച്ചറിൻ്റെ ഏറ്റവും പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കൃതിയാണ്. അത്രത്തോളം അടുപ്പം പ്രകൃതിയുമായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പഠിക്കാൻ പോകുന്ന ഏതാണെന്ന് നോക്കിക്കേ, ഒരു പാട്ട് പിന്നെയും എന്നാണ്. എന്താണ് ഒരു ഹൃദയ ദ്രവീകരണ ശേഷിയുള്ള ഒരു കവിതയാണ്. നമ്മുടെ ഹൃദയത്തിനെ അലിയിക്കാൻ പറ്റുന്ന രീതിയിൽ എത്ര കഠിന ഹൃദയനാണെങ്കിലും പറയുന്ന കഥയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നെഞ്ചിനകത്ത് എന്താണ് ഇരുമ്പ് കല്ലാണോ ഇരിക്കുന്നത്, കരിങ്കല്ലാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കത്തില്ലേ? അപ്പോഴങ്ങനെയുള്ള ഹൃദയത്തിനെ പോലും അലിയിക്കാൻ പറ്റുന്ന ആ ഒരു ഹൃദയ ദ്രവീകരണ ശേഷിയുള്ള ഒരു കവിതയാണ് നമ്മൾക്ക് ഈ പഠിക്കാനുള്ള ഒരു പാട്ട് പിന്നെയും. സുഗതകുമാരിയുടെ ഒരു മനോഹരമായ രചനയാണ്. എന്താണ് ആ ഒരു ചിറകുടിഞ്ഞ പക്ഷി മാത്രമല്ല, മഴുതിന്ന ആ ഒരു മാമരവും, വലിയ മഴുതിന്ന മാമരം എന്ന് വെച്ചാൽ എന്താണ്? മഴുവില്ലേ, നമ്മൾ മരം മുറിക്കുന്ന സംഭവമാണ് മഴു. കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നമ്മളെ പരശുരാമൻ മഴു എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന് പറയത്തില്ലേ? ആ ഒരു മഴു എറിഞ്ഞ ആ മഴു തിന്ന ആ ഒരു മാമരവും വലിയ പാരിസ്ഥിതിക ബിംബങ്ങളാണ്. ആ മഴു എറിഞ്ഞ മാമരം എന്താണ്? വലിയ പാരിസ്ഥിതിക ബിംബങ്ങളാണ്. പിന്നെന്താണ്? ആ മരത്തിനെയും പക്ഷികളെയും ഒക്കെ എന്താണ് അതെല്ലാം എല്ലാ കവികൾക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെന്താണ്? നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ഒരു ത്വര, ഒരു ആർത്തി ഇല്ലേ? ആ ഒരു ആർത്തിയാണ് ആ പറയുന്നത്. ആ ഒരു ത്വര എന്താണ്? ആ കാടും കിളികളും ഇല്ലാതാക്കാൻ കാരണമാകുന്നത്. എന്താണ്? എവിടെയെങ്കിലും കാടുണ്ടെങ്കിൽ എന്താണ് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? അതെല്ലാം വെട്ടിത്തെളിച്ച് ഒന്നുകിൽ കൃഷിക്ക് എടുക്കുക, അല്ലെങ്കിൽ വലിയ വീടുകൾ വെക്കുക, ഫ്ലാറ്റുകൾ പണിയുക, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിയുക എന്നുള്ള ചിന്തയാണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോഴാ ഒരു മനുഷ്യൻ്റെ ആ ഒരു ത്വര മൂലം എന്താണ്? ഒരു അത്യാഗ്രഹം മൂലം എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പരിസ്ഥിതി നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. പരിസ്ഥിതിയെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ്? ആ ഒരു പരിസ്ഥിതി നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? നമ്മളുടെ ഈ ഒരു കവിതയിൽ പറയുന്ന പക്ഷിക്ക് വളരെയധികം വിഷമമുണ്ട്. പിന്നെന്താണ്? നമ്മുടെ ഭൂമി എന്താണ്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമി എന്താണ്? എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഭൂമി. അല്ലാതെ എനിക്ക് മാത്രമെന്നോ നിനക്ക് മാത്രമെന്നോ നമ്മൾക്ക് മാത്രമെന്നോ ഉള്ള വ്യത്യാസമല്ല. ഭൂമി എന്താണ്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. ഇവിടെ ജനിക്കുന്ന ഒരു ഉറുമ്പ് പോലും ഭൂമിയുടെ അവകാശിയാണ്. അല്ലാതെ നമ്മളുടെ സ്വന്തം നമ്മൾക്ക് വെച്ചേക്കാൻ പറ്റത്തില്ല. എല്ലാം ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും എന്താണ്? ഈ ഭൂമിയുടെ അവകാശികളാണ്. അപ്പോഴങ്ങനെയുള്ള ആ ഒരു ഭൂമിയിൽ എന്താണ്? ആ എല്ലാത്തിനും മനുഷ്യരുള്ളതുപോലെ തന്നെ അവകാശം എന്താണ്? മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ട്. കൂട്ടമായും ഒറ്റയ്ക്കും പാടാൻ കുട്ടികൾക്ക് എന്താണ്? നമുക്ക് ഈ ഒരു കവിത നമുക്ക് പ്രയോജനപ്പെടുത്താം. നമുക്ക് സ്കൂളിലായിരുന്ന സമയത്ത് നമുക്ക് കൂട്ടമായിട്ടും ഒറ്റയ്ക്കും എല്ലാം ഈ ഒരു കവിത പാടാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം? അടുത്ത വർഷം കൂടി സ്കൂൾ തുറക്കുമായിരിക്കും അല്ലേ? നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് മക്കളെ? നമുക്ക് ഈ ഒരു കവിതാഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയേ, ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നോടി ചിറകു ചെറുടിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ള
പക്ഷി ഒരു പാട്ട് പാടാൻ നോക്കുകയാണ്. വീണ്ടും പിന്നെയും ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ചിറകൊടിഞ്ഞിരിക്കുന്ന ആ ഒരു കാട്ടുപക്ഷി, ചിറക് ഒടിഞ്ഞു പോയിരിക്കുന്ന ആ ഒരു കാട്ടുപക്ഷി എന്താണ് ആ ഒരു പാട്ട് പിന്നെയും പാടി നോക്കാൻ ആഗ്രഹിക്കുകയാണ്, പാടി നോക്കുകയാണ്. മഴുകിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരും മുടിയാ ചിറകു ചെറുതിളക്കി. എന്താണ് ആ മഴുകിന്ന മാമരക്കൊമ്പിൽ? മാമരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വൃക്ഷങ്ങളാണ്. മഴുകുന്ന മാമരക്കൊമ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ വലിയ മാമരത്തിന്റെ, മാമരം എന്ന് വെച്ചാൽ വലിയ മരമാണ്. ആ മാമരത്തിന്റെ ചില്ലകൾ എന്ത് ചെയ്തു? മഴു തിന്നു. മഴു തിന്നുക എന്ന് വെച്ചാൽ എന്താണ്? വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ആ മഴു തിന്ന ആ മാമരക്കൊമ്പിൽ എന്താണ്? ആ തനിച്ചിരുന്ന് ആ ഒടിയാ ചിറകു ചെറുതിളക്കി. എന്താണ് ആ ഒടിയാ ചിറക്? എന്താണ് ആ ഒടിഞ്ഞ ആ ഒരു ചിറക് എന്ത് ചെയ്യുന്നു? ആ ചെറുതായിട്ടൊന്ന് ഇളക്കി. വേഗം ഇളക്കാൻ പറ്റുമോ? ഒടിഞ്ഞിരിക്കുമല്ലേ ചിറക്. എങ്ങനെയോ അപകടത്തിൽപ്പെട്ട് ആ കിളിയുടെ ചിറക് ഒടിഞ്ഞു പോയതാണ്. ശ്രദ്ധിച്ച മക്കളെ? ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴുകുന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. എന്താണ് നോക്കുന്നേ? നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനവും നേറ്റു പാടാൻ കൂടെ ഇടയില്ല, കൂട്ടിനു കിളികളില്ല. എന്താണ് ആ ഒരു ചിറക്? എന്താണ് നോവും? മുറിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ? നമ്മുടെ കൈ മുറിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? പിന്നെ എങ്ങും തൊടാൻ ഒക്കത്തില്ല. അവിടെ തന്നെ കയറി ഉടക്കി നമുക്ക് ഭയങ്കരമായിട്ട് വേദന കൂടുവാണ്. ആ ഒരു അവസ്ഥയിൽ തന്നെ അതെന്താണ്? ആ നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ. ഇപ്പോഴെന്താണ്? ഒന്ന് കൈ നന്നായിട്ട് ആ ചിറകൊന്ന് അനങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വേദനിച്ചു പോകും. നോവും, വേദനിക്കും. ആ നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ആ ചിറക് നോവും, ചിറകിന് ഭയങ്കര വേദനയാണ്. പക്ഷെ എന്താണ്? പാടാതിരിക്കാൻ എന്താണ് പറ്റുന്നില്ല. ഇടറുമീ ഗാനവും നേറ്റു പാടാൻ കൂടെ ഇടയില്ല, കൂട്ടിനു കിളികളില്ല. എന്താണ് ഈ വളരെ നോവും? കൈ ആ ചിറക് എന്താണ്? ചിറക് മുറിഞ്ഞിരിക്കുകയല്ലേ? ആ ചിറക് ഒന്ന് അനങ്ങാതെ പാവം വളരെ പണിപ്പെട്ടാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പാട്ട് പാടുന്നത്. നോക്കിയേ. ഇടറുമീ ഗാനവും നേറ്റു പാടാൻ കൂടെ ഇടയില്ല, കൂട്ടിനു കിളികളില്ല. അപ്പോൾ ആ കിളി എന്താണ്? ആ പക്ഷി എന്താണ്? ആ പക്ഷി വളരെ വേദനിച്ച് ഇടറിയ ശബ്ദത്തിലാണ് ആ പാട്ട് പാടുന്നത്. അങ്ങനെ പാടുന്ന പാട്ട് എന്താണ്? ആ ഇടറുന്ന ആ ഗാനം, ആ ഒരു പാട്ടൊന്ന് ഏറ്റു പാടാൻ ആരില്ല കൂടെ? അതിൻ്റെ ഇണക്കിളിയില്ല, ഇണകളില്ല, ഇണക്കിളി കൂടെ ഇല്ല. പിന്നെന്താണ്? അതിൻ്റെ കൂടെ ഒന്ന് ഏറ്റു പാടാൻ വേണ്ടി മറ്റു ഒരു പക്ഷികളും മറ്റൊരു കിളികളും അവിടെ എങ്ങും ഇല്ല. നോക്കിയേ. ആ ഇടറുമീ ഗാനവും ഏറ്റു പാടാൻ, ആ തൊണ്ട ഇടറുന്ന ആ ഇടറിക്കൊണ്ട് വേദനിച്ച് പാടുന്ന ആ ഒരു പാട്ട് ഒന്ന് കൂടെ ഒന്ന് ഏറ്റു പാടാൻ വേണ്ടി എന്താണ്? അതിൻ്റെ ഇണ അവിടെ ഇല്ല, അതിൻ്റെ ഇണക്കിളി കൂടെ ഇല്ല. പക്ഷെ അതിൻ്റെ ഭർത്താവാണോ ഇത് കിളി, സ്ത്രീയോ പുരുഷനോ നമുക്കറിയില്ലല്ലോ. അറിയോ? ഇല്ല. അപ്പോഴെന്താണ്? അതിൻ്റെ പാർട്ട്ണർ അവിടെ ഇല്ല, അതിൻ്റെ ഇണ അവിടെ ഇല്ല. പിന്നെന്താണ്? മറ്റ് കിളികളാരും
ഇല്ല. ഈ പാട്ടൊന്ന് ഏറ്റു പാടാൻ വേണ്ടി കൂടെ ആരുമില്ല. നോക്കിയേ മക്കളെ, ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരും നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമും നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. അപ്പോഴെന്താണ്, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ഒരു ഭാഗത്തെ സന്ദർഭം ഒന്ന് നോക്കിക്കേ. മഴുതിന്ന മാമരച്ചില്ലയിലാണ് അതിരിക്കുന്നത്. അപ്പോഴെന്താണ്, അവിടുത്തെ വൃക്ഷങ്ങൾ ഏറെക്കുറെ വെട്ടി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് കൂടാതെ എന്താണ്, ആ കിളിയുടെ ചിറക് എന്താണ്, ചിറകൊടിഞ്ഞിരിക്കുകയല്ലേ. ഒരുപക്ഷെ ആ മരങ്ങളെങ്ങാനും വന്ന് ദേഹത്ത് പറ്റിയോ, അതോ ഈ കിളിയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാണോ, പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണോ അതിന്റെ ചിറകൊടിഞ്ഞു പോയതെന്ന് നമുക്കറിയാമോ? നമുക്കറിയില്ല. അപ്പോൾ ശ്രദ്ധിച്ച മക്കളെ, നോക്കിയേ, ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരും നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമും നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. ഓക്കെ, ബാക്കി ശ്രദ്ധിച്ചേ. നിങ്ങൾ ഇത്ര ഈ 2 സ്റ്റാൻസ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ബാക്കി 2 ശ്രദ്ധിച്ചേ. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. എന്താണ്, അപ്പോഴേ പതിവ് പോലെ, ഇപ്പോഴത്തെ പോലെ പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്താണ്, കിളികൾ മുട്ട വിരിയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ പോലെ കിളികൾക്ക് വീടുണ്ടോ? ഉണ്ടോ? ഇല്ല. കിളികൾ എന്താണ്, നമ്മുടെ മരച്ചില്ലകളിലൊക്കെ കൂട് വെക്കുകയാണ് ചെയ്യുന്നത്. കൂട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യും? കൂട്ടിനകത്ത് മുട്ടയിട്ട് അടയിരിക്കും. അടയിരുന്ന് കുറേ ദിവസം ആ ചൂട് തട്ടിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആ കിളിമുട്ട വിരിയുന്നത്. വിരിയുമ്പോൾ കിളിക്കുഞ്ഞുങ്ങൾ വരും. ആ കിളിക്കുഞ്ഞുങ്ങൾ എന്താണ്, ആ അമ്മ എന്തെങ്കിലും തീറ്റകളൊക്കെ പോയി എവിടെന്നെങ്കിലും ശേഖരിച്ചു കൊണ്ടുവന്ന് ആ കിളിക്കുഞ്ഞിൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്താണ് അതിനെ. ആ കിളിക്കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ ദേഹത്തൊരു രോമം പോലും കാണത്തില്ല, മുട്ടയായിട്ടിരിക്കും. അങ്ങനെ പയ്യെ പയ്യെ ആ ദേഹത്തെ രോമങ്ങളെല്ലാം വെച്ച് നല്ല സുന്ദരന്മാരാകും. അങ്ങനെ എന്താണ്, അമ്മ കൊണ്ടു നടന്ന് തീറ്റയൊക്കെ കൊടുത്തപ്പോൾ നിങ്ങളെ വീട്ടിലെന്താണ്, നിങ്ങളുടെ അമ്മയൊക്കെ ഇപ്പോഴും വായിത്തരുന്ന കുട്ടികളാണ് ഈ ഇരിക്കുന്നത് അല്ലേ. അങ്ങനെ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി തന്നെത്താൻ പറക്കാനുള്ള പ്രാക്ടീസും എല്ലാം കൊടുത്തു. പിന്നെ എന്ത് ചെയ്യും, ഒരു സമയത്ത് കൊത്തിപ്പിരിച്ചു വിടുവാണ് അമ്മയുടെ അടുത്തുനിന്ന്. ഇനി പൊക്കോ, ഇനി നിങ്ങൾ വലിയ കുഞ്ഞുങ്ങളായി നിങ്ങൾ തനിയെ പോയി ജീവിച്ചോന്നും പറഞ്ഞ് ആ കോഴികളെ കിളിക്കുഞ്ഞുങ്ങളെ കൊത്തി ഓടിച്ചു വിടും. അതുപോലെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലെ കോഴികൾ. കോഴി എങ്ങനെയാണ്, കോഴി മുട്ടയൊക്കെ ഇട്ട് കുറേ മുട്ടയൊക്കെ ഇടുമ്പോഴത്തേന് കോഴി എന്ത് ചെയ്യും, അടയാവത്തില്ലേ. അങ്ങനെ അടക്കോഴി എന്ത് ചെയ്യും, അട വെക്കും. മുട്ടയൊക്കെ എടുത്ത്
അത്രയും ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ മുട്ട ആ ചൂട് തട്ടി വിരിയും. മുട്ട വിരിയും. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? മുട്ട വിരിയുമ്പോഴത്തേനും പിന്നെന്താണ് കഷ്ടമായി കിളികളൊക്കെ ഈ കിളിറാനും പരുന്തും ഒക്കെ വരും ഈ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി, കൊത്തി എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് കിളിറാനും പരുന്തും ഒക്കെ വരികയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താണ് ഈ കോഴി എല്ലാവരെയും ഒന്ന് ഓടിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും. മഴ പെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും വേറെ ജീവികൾ പിടിക്കാൻ വരുമ്പോഴെല്ലാം എന്താണ് ഇതിൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് അത് വളർത്തുവാണ് കോഴിക്കുഞ്ഞുങ്ങളെ. അങ്ങനെ വളർത്തി കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പരുവാകുമ്പോഴത്തേന് എന്താ ആ പരുവാകുമ്പോഴത്തേന് തന്നെത്താ കൊത്തി തീറ്റി തിന്നാനൊക്കെ പരുവാകുമ്പോഴേക്കും ഈ കോഴി എന്ത് ചെയ്യും? ആ കൊച്ചുങ്ങളെല്ലാം കൊത്തി മാറ്റും. അതും ഒരു കവിത ഉണ്ടല്ലോ, കൊത്തി മാറ്റിയാതിക്കെത്ര രാമിൻ്റെ തൂവൽ കോഴിഞ്ഞു. പ്രശസ്തമായ വേറൊരു കവിതയാണ്. അമ്മ കുഞ്ഞുങ്ങളെ തന്നെ അടുത്തുനിന്ന് പിരിച്ചു മാറ്റിയതിന് ശേഷം എത്രയോ നാളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ ഈ കിളികൾ എന്താണ് ആ കുഞ്ഞുങ്ങൾ പറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ആ കൊത്തി മാറ്റി കഴിഞ്ഞാൽ എന്താണ്? കൊത്തി മാറ്റി കഴിഞ്ഞാൽ എന്താണ്? പിന്നെ അവർ തമ്മിൽ എന്താണ് ഈ ഒരു അമ്മയും കുഞ്ഞുങ്ങളുള്ള സ്നേഹബന്ധമൊന്നുമില്ല. പിന്നെ അവർ വെറും ശത്രുക്കളൊന്നും അല്ല കേട്ടോ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധമൊന്നും പിന്നീടല്ല. അപ്പോഴെന്താണ് നോക്കി പിന്നീട് എന്താണ് ഇവര് കിളികളെല്ലാം വലുതാകുമ്പോൾ പിന്നെ അവർ തന്നെത്താൻ പോയി ജീവിക്കുക. അപ്പോഴവർ പോയി വേറെ ഇനക്കിളിയൊക്കെ കണ്ടെത്തി പിന്നെ അങ്ങനെ അവരുടെ കുടുംബമായിട്ട് അങ്ങ് പോകും. നമ്മുടെ കോഴിയാണെങ്കിൽ തന്നെ എന്താണ് ആ കൊച്ചുങ്ങൾ പിന്നെ അവർ അമ്മയും മക്കളും എന്നുള്ള റിലേഷനൊന്നും ഇല്ല. കണ്ടിട്ടില്ലേ? എങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ എന്താണ് ആ പതിവ് പോലെ എന്താണ് ആ കൊത്തി പിരിച്ചു വിട്ടു. പിന്നെന്താണ് ആ മെയ്ച്ചൂടിൽ അടവച്ചുണർത്തിയ കൊച്ചുമക്കൾ അമ്മയുടെ ആ ശരീരത്തിൻ്റെ ചൂടിൽ അടവെച്ച് വിരിയിച്ചതാണ് ആ കൊച്ചുമക്കളെയെല്ലാം. ആ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് വിരിയിച്ചത്. കണ്ടോ? അങ്ങനെ വിരിയിച്ചെടുത്ത കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? ഒരു സമയത്ത് കൊത്തി മാറ്റി കഴിഞ്ഞു. അപ്പോഴാ കൊത്തി മാറ്റിയിട്ട് എന്താണ് പറയുന്നത് നോക്കിയേ, ഒത്തിരി നാളായി കണ്ടോ പിരിഞ്ഞു പോയി. പതിവ് പോയി കൊത്തി പിരിഞ്ഞു പോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. എന്നിട്ട് എന്താണ് ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. ആ മനസ്സിൽ മറ്റാർക്കുമില്ലെങ്കിൽ പോലും എന്താണ് മനസ്സിലെന്താണ് ആ ഒരു നന്മയും എന്താണ് നമുക്ക് സന്തോഷവും വരുമ്പോഴേ നമുക്ക് പാട്ട് പാടാനൊക്കെ തോന്നുന്നത്. ആ ഒരു നന്മയും ആ ഒരു സന്തോഷവും എന്താണ് ആ ഒരു ഗാനവും അത് ആ കാറ്റും എല്ലാം എന്താണ് മനസ്സിൽ കുടിയിരുത്തി കഴിഞ്ഞു. നോക്കിയേ, ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരും നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്ന് ഏറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞ
ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. എന്താണ് ആ വരവായിരിക്കുന്ന വരുന്ന എന്താണ് വരവായൊരു അന്തിയെ. അന്തി എന്താണോ അന്തി എന്ന് പറയുന്നത് നമ്മൾ സന്ധ്യാസമയത്തിനെയാണ് അന്തിയാവുക സന്ധ്യയാവുക എന്ന് പറയുന്നത്. ആ വരവായ ഒരു അന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ട് അപ്പോഴെന്താണ് സൂര്യൻ അസ്തമിക്കാറായോ എന്ന് ആ പക്ഷി നോക്കുകയാണ് അല്ലേ. ഒരു പക്ഷി എന്താണത് ആ പക്ഷി എന്തായിരിക്കാം ചിന്തിക്കുന്നത്? സന്ധ്യ ആകാറായോ അന്തി ആകാറായോ എന്നല്ലേ ചിന്തിക്കുന്നത്. ഒരു പക്ഷെ അത് എന്തായിരിക്കാം ചിന്തിക്കുന്നത്? തൻ്റെ ജീവിതത്തിൻ്റെ അസ്തമയ സമയമായോ സന്ധ്യാസമയമായോ തൻ്റെ ജീവിതം അവസാനിക്കാറായോ എന്നുള്ള ആ ഒരു തോന്നലാണ്. നോക്കിയേ, വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചു രാപ്പൂണർന്ന നേരം. ആ രാത്രി എന്താണ്? ആ രാത്രിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ട് നോക്കുകയാണ്. എന്താണ്? ഒരു കൊച്ചു രാപ്പൂണർന്ന നേരം. ഒരു കുഞ്ഞു രാപ്പൂവ് രാത്രിയിൽ വിടരുന്ന പൂവാണ് രാപ്പൂവ് കേട്ടോ. ആ ഒരു കുഞ്ഞു രാപ്പൂവ് എന്താണ്? ആ രാപ്പൂവ് ഉണരുകയാണ്. ആ ഒരു രാപ്പൂവ് ഉണരുന്ന നേരമായിരിക്കുന്നു. ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. അങ്ങനെ ആ ചിറകൊടിഞ്ഞിരിക്കുന്ന ഒരു കാട്ടുപക്ഷി വീണ്ടും എന്താണ്? ആ ഒരു അന്ത്യസമയമായോ സന്ധ്യാനേരമായോ എന്ന് നോക്കിയിരുന്നിട്ട് വീണ്ടും ഒരു പാട്ട് പാടുകയാണ്. നോക്കി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച മക്കളേത്? ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നുടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമെന്നേറ്റു പാടാൻ കൂടെ ഇടയില്ല കൂട്ടിനു കിളികളില്ല. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചു രാപ്പൂണർന്ന നേരം. ഒരു പാട്ടുകൂടെ പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. എന്ത് തോന്നുന്നു മക്കളെ നിങ്ങൾക്ക് ഈ ഒരു കവിത കേട്ടിട്ട്? എന്താ തോന്നുന്നത്? ഓ മാഡത്തിന് പാടാനൊന്നും അറിയത്തില്ല, ഇത്തിരി ശബ്ദമൊക്കെ നിങ്ങൾക്ക് തോന്നും. അതല്ല മാഡം പറയുന്നത്. മാഡത്തിൻ്റെ പാട്ട് എങ്ങനെയുണ്ടോ നല്ല കുഞ്ഞുങ്ങളെ ചോദിച്ചത്. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് ഈ ഒരു പാഠഭാഗത്തെ പറ്റി എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ല എന്താണൊരു ഹൃദയ ദ്രവീകരണ ശേഷിയുള്ളൊരു കവിതാഭാഗമാണിത്. ഹൃദയത്തിൽ ദ്രവീകരിക്കുന്നത് വെച്ചാൽ എന്താണ്? ഹൃദയം അലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ കാട്ടുപക്ഷി എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ആ ഏതോ കാട്ടിലെ പക്ഷി എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് വരുവാണ്. നമുക്ക് അങ്ങനെയൊക്കെ ചിന്ത തോന്നുവാണ്. പക്ഷെ എന്താണ് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ നോക്കിയല്ലേ കഷ്ടം, നമുക്ക് പാപം തോന്നുന്ന ആ ഒരു പീഡാരിയല്ലേ. ആ ഒരു കാട്ടിൽ ഒറ്റയ്ക്കായിപ്പോയ ഒരു പക്ഷിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അന്ന് മാത്രമാണ് ആ പക്ഷിക്ക് എന്താണ് പ്രത്യേകത? ആ പക്ഷിയുടെ ഒരു ചിറക് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. ഒടിഞ്ഞു പോയി. ആ ഒടിഞ്ഞ ചിറക് വെച്ചുകൊണ്ട് ആ വളരെ വേദനയോടുകൂടിയാണ് ആ പക്ഷി പാട്ട് പാടുന്നത് അല്ലേ. ആ വളരെ വേദനയോടുകൂടി ആ പക്ഷി പാട്ട് പാടുമ്പോൾ എന്താണ്? അതിൻ്റെ ആ ചിറക് നോവാതിരിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. എന്താണ്? നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണി
ചിറകെന്താണ്? അയ്യോ അത് അനങ്ങുമ്പോൾ നോവുമെന്ന് ഓർത്താണോ? പിന്നെന്താണ്? അത് പയ്യെ അനങ്ങാതെയാണ്. പിന്നെ പാവം വളരെ പാടുപെട്ടാണ് അത് പാടുന്നത്. കഷ്ടമല്ലേ? ഒരു പക്ഷി നോക്കിയേ, നമ്മളുടെ കൈയൊന്നും മുറിഞ്ഞാൽ പോലും നമുക്ക് എന്തുമാത്രം വേദന എടുക്കുമെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പൊ നമ്മളുടെ കൈ ഒടിയുന്ന അവസ്ഥയല്ല, കാലൊടിയുന്ന അവസ്ഥയല്ലേ വരുന്നത്. കാര്യം വെച്ചാൽ സഞ്ചരിക്കണമെങ്കിൽ പക്ഷികൾക്ക് എന്ത് വേണം? ചിറക് വേണം. ചിറകുണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് പറന്നു പോകാൻ പറ്റുള്ളൂ. നമുക്ക് കാലുണ്ടെങ്കിൽ മാത്രമല്ലേ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയല്ലേ. പിന്നെ നോക്കിയേ, ആ വളരെ കഷ്ടപ്പെട്ട് അത് പാടുന്നത് മാത്രമാണ് എന്തോ. പിന്നെന്താണ്? ഇടറുമീ ഗാനവും ഏറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. ഈ ഒരു എന്നിട്ട് എന്താണ്? ആ വേദനയോടുകൂടി, വളരെ വേദനയോടുകൂടി ആ പാടുന്ന ഒരു പാട്ട്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ആ പക്ഷിയുടെ ഇടറുകയാണ്, ശബ്ദം ഇടറിപ്പോവുകയാണ്, തൊണ്ട ഇടറിപ്പോവുകയാണ്, വളരെ വേദനയോടുകൂടി. എന്താണ് വേദനിക്കാൻ കാര്യം? ചിറകൊടിഞ്ഞത് മാത്രമല്ല, പിന്നെന്താണ്? അതിൻ്റെ കൂടെ ആരൊക്കെയില്ല? അതിൻ്റെ ഇണക്കുരുവിയില്ല. ഇണക്കുരുവിയില്ല. അത് മാത്രമോ, കൂട്ടിന് എന്താണ്? ഒരു കൂട്ടുകാരും അതിനില്ല. അത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണത്. നോക്കിയേ, ഇടറുമീ ഗാനവും ഏറ്റുപാടാൻ കൂടെ ഇടയില്ല, കൂട്ടിനു കിളികളില്ല, പതിവ് പോയി കൊത്തി പിരിഞ്ഞു പോയി മേച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. എന്താണ്? പതിവ് പോലെ, ഇന്നത്തെ പോലെ. നേരത്തെ എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത്. പതിവ് പോലെ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ആ സമയത്ത് എന്താണ്? ആ പതിവ് പോലെ നടന്ന അപ്പോൾ എന്താണ്? ആ കുഞ്ഞുങ്ങളെ അടവെച്ച്, മുട്ട അടവെച്ച് വിരിയിച്ച് തൻ്റെ ശരീരത്തിന്റെ ചൂടേറ്റ് വളർത്തുകയായിരുന്നു ആ അമ്മക്കിളി. എന്നിട്ട് അതൊക്കെ എല്ലാം പതിവ് പോലെ എന്താണ്? പിന്നീട് ആ കുഞ്ഞുങ്ങളെല്ലാം ദൂരെ അകറ്റി വിടുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞുമക്കൾ പോലും എന്താണ്? ഇപ്പോൾ ആരും അടുത്തില്ല. പതിവ് പോലെ കൊത്തി പിരിഞ്ഞു പോയി മേച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ, ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. പിന്നെന്താണ്? വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചു രാവുണർന്ന നേരം, ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. പാവല്ലേ? ആ ഒരു അന്ത്യാസമയമാകുന്നത്, ആ ഒരു സന്ധ്യാസമയമാകുന്നത് അത് നോക്കിയിരിക്കുകയാണ്. എന്താണ് ആ സന്ധ്യാസമയം എന്ന് പറയുന്നത്? എന്താണ്? ഒരുപക്ഷെ ആ കിളിയുടെ ആ ജീവിതത്തിന്റെ അന്ത്യമായിരിക്കാം, ജീവിതത്തിന്റെ സന്ധ്യാസമയമായിരിക്കാം. ആ ഒരു സന്ധ്യാസമയവും ഇത് ആകുന്നത് നോക്കി ഇരിക്കുകയാണ് ആ ഒരു പക്ഷി. നന്നായിട്ട് വായിച്ചു പഠിക്കണേ മക്കളെ കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള, അതിനേക്കാൾ എന്താണ്, ഒരുപാട് ഹൃദയവേദന വരുന്ന ഒരു കവിതാഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും മാഡത്തിനെ വിളിച്ച് ചോദിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.